ഹായ്, യൂട്യൂബില് അടിപൊളി ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു ഓപ്ഷൻ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല എന്തൊക്കെയാണ് ഓപ്ഷൻ എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. യൂട്യൂബിൽ എല്ലാവരും ആഗ്രഹിച്ച ഒരു ഓപ്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനായി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം, നമ്മുടെ യൂട്യൂബില് വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ കിട്ടണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അതുകൊണ്ട് അതിന് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പലരും അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്. ഇത് നമുക്ക് യൂട്യൂബിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ, യൂട്യൂബിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ യൂട്യൂബിൽ ഞാൻ എന്റെ ചാനൽ തന്നെയാണ് ഇവിടെ കയറിയത്. എന്റെ ചാനലിൽ അബീസ് മിഷൻ എന്ന ചാനലിൽ കയറി. അത് എടുക്കാൻ കാരണം വേറെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതേപോലെ നിങ്ങൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ ഒരു പ്ലസ് ബട്ടൺ കാണുന്നില്ലേ, അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്താ ഉണ്ടാവുക, ഏറ്റവും മുകളിൽ നമുക്കൊരു എയുടെ ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ആ എയുടെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എയുടെ ബട്ടൺ ചില ആളുകൾക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അടുത്ത് തന്നെ നിങ്ങൾക്ക് വരും. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഫോട്ടോയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീഡിയോ ആക്കി മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള മറ്റൊരു അടിപൊളി ഒരു ഓപ്ഷനാണ് ഇത്. ആ രീതി ഒന്നുമില്ല, അതൊക്കെ മേലെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പല വീഡിയോസും നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. ആ യൂട്യൂബിൽ കാണുന്ന സമയത്ത് ഉദാഹരണത്തിന് ഞാൻ എന്റെ വീഡിയോ തന്നെ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ വീഡിയോ പ്ലേ ചെയ്തു. പ്ലേ ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു ഏകദേശം 4 മിനിറ്റ് 5 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. അപ്പൊ ഇതിലുള്ള കണ്ടന്റ് എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു എയുടെ ഒരു ഐക്കൺ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഐക്കൺ അടിപൊളി ഒരു ഐക്കൺ ആണ്. കാരണം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ നമുക്ക് സജസ്റ്റഡ് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആസ്ക് അബൌട്ട് ദിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ലേ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഈ ഒരു വീഡിയോനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്ത ആളോട് ചോദിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല പോലെ ഇവിടെ ചോദിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ചോദ്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവിടെ ചോദ്യങ്ങൾ വേറെ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ പറയുന്നുണ്ട് സമ്മറൈസ് ദി വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. സമ്മറൈസ് ചെയ്യാൻ വേണ്ടി, അതായത് ഈ വീഡിയോ ഏകദേശം അതിന്റെ രൂപം എന്താണെന്നുള്ളത് നമുക്കൊരു അറിവ് കിട്ടാൻ വേണ്ടി നമുക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയിൽ തന്നെ നമുക്ക് ഇവിടെ താഴെ കാര്യങ്ങൾ വരും. അതായത് മലയാളത്തിൽ തന്നെ നമുക്ക് ഇവിടെ കാര്യങ്ങൾ വരുന്നത്. ഈ വീഡിയോ എന്തിനെ കുറിച്ചാണ് ഇവിടെ വരുന്നത്, എന്തെല്ലാം ഓപ്ഷൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്, ഇത് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സെറ്റിംഗ്സിൽ പോയിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ ടൈം അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോരോ ഓപ്ഷൻസും വൺ ബൈ വൺ ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇതിന്റെ ക്രിയേറ്റ് ചെയ്ത ആളോട് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന എ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോന്റെ ഉള്ളടക്കം എന്തൊക്കെയാണ്, സെറ്റിംഗ്സ് എവിടെയാണ് വരുന്നത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ഇവിടെ സജസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ നമുക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അതിന്റെ താഴെയായിട്ട് നമുക്ക് ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും. ഇപ്പൊ മൈക്കിന്റെ ഓപ്ഷൻസ് ഒക്കെ ആഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചോദിക്കാനൊക്കെ പറ്റും. ഇതൊന്നല്ല, അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അവസാനം വരുന്നതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഈ വീഡിയോയുടെ കണ്ടന്റ് അതിൽ ഏത് ടൈമിങ്ങിലാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് അതല്ലാതെ നമുക്ക് ഇതിന് പുറത്തായിട്ടുള്ള ഒരു സംശയം നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് അതും ഇവിടെ ചോദിക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഞാനിവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. അതായത് ഈ വീഡിയോ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതായത് ഈ വീഡിയോ നമുക്ക് മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വീഡിയോ ആണോ എന്നുള്ളത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ വരെ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് അതിന്റെ ക്രിയേറ്ററോട് ചോദിക്കാതെ നേരിട്ട് നമുക്ക് എഐനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് തരും. അത് പലർക്കും ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ മറന്നുപോയാൽ, അതിൽ കാണുന്നില്ല എങ്കിൽ നമുക്ക് അതിന്റെ യൂട്യൂബറോട് നമുക്ക് വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല. നേരെ എഐനോട് താഴെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും.